നമസ്കാരം. ചാത്തന്നൂരിലെ നിയുക്ത എം എൽ എ ശ്രീ ഗോപകുമാർ സാറിനോടൊപ്പമാണ് ഞാനുള്ളത്. ആദ്യമായിട്ട് മലയാളി വാർത്തയുടെ ഒരു അഭിനന്ദനം അർപ്പിക്കുന്നു. എന്തായാലും കൃഷ്ണനന്ദനം എന്ന് പറഞ്ഞ ചാത്തന്നൂരിലെ വീട്ടിലേക്ക് അഭിനന്ദന പ്രവാഹമാണ്. കൂടെ ജോലി ചെയ്തവരും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ നാനാ തുറയിലുള്ളവർ അദ്ദേഹത്തിന് ഈ വിജയം ഉറപ്പാക്കിയതിനു ശേഷം ഫോണിൽ കൂടി നേരിട്ടുമൊക്കെ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഈ വിജയത്തിന് ശേഷമുള്ള മാറ്റങ്ങൾ? വിജയത്തിന് ശേഷം ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വലിയൊരു പിന്തുണയും വലിയൊരു സ്നേഹമുണ്ട്. അതാണ് നാളിതുവരെയായിട്ട് കൈമുതലായിട്ടുള്ളത്. അത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവരുടെ ആ സ്നേഹത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് മുന്നോട്ട് പോകും. കഴിഞ്ഞ 15 വർഷത്തോളം ഈ മണ്ഡലത്തിൽ BJPക്ക് വേണ്ടി ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ വിജയം എത്തിച്ചെന്നിരിക്കുന്നത്. ഇനിയിപ്പം അടുത്ത സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് മനസ്സിലുള്ള ലക്ഷ്യങ്ങൾ? ഈ ചാത്തന്നൂരിനെ ഏത് നിലയിലേക്കുള്ളൊരു മാറ്റമാണ് അങ്ങ് പ്രദാനം ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ചാത്തന്നൂരിന് മാറ്റത്തിനാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അപ്പോൾ ആ ജനങ്ങളുടെ ആശയാഭിലാഷത്തിനനുസരിച്ച് അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇതിന് മൂന്നിനെയും കൂട്ടി യോജിപ്പിച്ച് ചാത്തന്നൂരിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങളോടൊപ്പം നിന്ന് നേതൃത്വം കൊടുക്കും. പ്രധാനമന്ത്രി വിളിക്കുകയോ പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോ? പ്രധാനമന്ത്രിയെ കാണാനായിട്ട് 3 MLA-മാരും ബഹുമാന്യ സംസ്ഥാന അധ്യക്ഷൻ, മുൻ അധ്യക്ഷൻ അവർ രണ്ടുപേരുമായോടൊപ്പം ഈ ആഴ്ച തന്നെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോകാനുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ചാത്തന്നൂരിൻ്റെ ഈ 15 വർഷമായിട്ട് ഈ പ്രവർത്തനം ഒരു സൈലൻറ്റ് പ്രവർത്തനമായിട്ടായിരുന്നല്ലോ. അങ്ങ് ജനങ്ങളോട് ഇടപെട്ട് വലിയ ആവേശങ്ങളോ വിപ്ലവമായിട്ടുള്ള വാഗ്ദാരണി കൊണ്ടോ പ്രസംഗിച്ചിട്ടോ നടക്കാതെ എന്താണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നുള്ള രീതിയിലുള്ള വോട്ട് അഭ്യർത്ഥിക്കുന്ന പ്രവർത്തനമായിരുന്നു ഈ 15 വർഷമായിട്ടുള്ളത്. കഴിഞ്ഞ 4 പതിറ്റാണ്ട് ഞാൻ ചാത്തന്നൂരിൻ്റെ പൊതുരംഗത്തുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് എൻ്റെ ഞാൻ ജനിച്ചു വന്ന സ്വന്തം വാർഡിൽ നിന്ന് 95 പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി നടന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ ഇതേ വാർഡിൽ നിന്ന് പഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. അന്ന് ജനപ്രതിനിധി എന്ന രീതിയിലും അതിന് മുമ്പും 4 പതിറ്റാണ്ട് ചാത്തന്നൂർ ജനങ്ങൾ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ അവരോടൊപ്പം നിന്നിട്ടുള്ള ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ അവർ നൽകിയ സ്നേഹവായ്പുണ്ട്. അതുതന്നെയാണ് കൈമുതലായിട്ടുള്ളത്. അല്ല, ഒട്ടും പ്രതീക്ഷ മുൻ നേതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ K. സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം വളരെ ചുരുക്കം 100 വോട്ടിന് തോറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ചുരുക്കം മാർജിനാണ് തോറ്റത്. പക്ഷേ അവിടുത്തെ CPM-ൻ്റെ വോട്ടേ കാണുന്നില്ല. 20,000 പേർ വോട്ടാണ് പോയിരിക്കുന്നത്. അത്തരത്തിൽ ഒരാൾ ജയിക്കും എന്ന് തോന്നൽ ഉണ്ടാകുന്ന തരത്തിലാകുമ്പോഴാണ് ഈ മറ്റൊരു പാർട്ടിക്കാർ അവരുടെ ആശയങ്ങളെല്ലാം വിട്ട് മാറ്റിക്കൊണ്ട് വോട്ട് മറ്റൊരു പാർട്ടിക്ക് മറിച്ച് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കേരളത്തിൽ 2 മുന്നണികൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ: BJP നേതൃത്വം കൊടുക്കുന്ന NDA സഖ്യത്തെ പരാജയപ്പെടുത്തുക. ഇവിടെ പറഞ്ഞതുപോലെ അപ്പോഴുടെ ആദർശവും ആശയവും ഒന്നും പ്രധാനമല്ല, BJP എങ്ങനെയെങ്കിലും തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ശ്രീ K. സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ അവരുടെ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് മഞ്ചേശ്വരത്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത് ഇത്തരത്തിലുള്ള ഏകീകരണം 2 മുന്നണികളുടെയും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ്. ആ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെയാണ് ചാത്തന്നൂരിൽ അതിജീവിച്ച് വിജയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പം യൂണിയൻ്റെ പ്രസിഡൻ്റൊക്കെ ആണല്ലോ SNDP-യുടെ. അത് അങ്ങനെ നിലവിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ കൊണ്ടുപോകുമോ, അതോ അതൊരു ഭാഗത്തായിട്ട് പ്രവർത്തനം മാറ്റി വെക്കുമോ, അതോ അതിൽ നിന്നും രാജിവെച്ച് മുഴുവൻ സമയം MLA എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണോ കാഴ്ചവെക്കുന്നത്? അല്ല, ഞാൻ കഴിഞ്ഞ 30 വർഷക്കാലമായി ചാത്തന്നൂർ SNDP യൂണിയൻ്റെ ഭാരവാഹിയാണ്. 2016 ഞാൻ മത്സരിക്കുമ്പോഴും ചാത്തന്നൂർ യൂണിയൻ്റെ ഭാരവാഹിയാണ്. തുടർന്നും സമുദായ അംഗങ്ങൾ വോട്ട് ചെയ്യുന്നവരെയും ആ സ്ഥാനത്ത് അങ്ങനെ തന്നെ തുടരും. എല്ലാവരും രാവിലെ ഞാൻ ടീച്ചർ മാത്രമാണ് വരുന്നത്. ടീച്ചർ ഞാൻ പറയട്ടെ, ഫോട്ടോ ആണ് കിട്ടുന്നത്. ഒരാളെ വാങ്ങിച്ചത് പ്രിൻസിൽ ചാത്തൻ ഇരിക്കും കഥാ വേണം വ്യക്തമായി. ഞാൻ രാത്രി
അവിടെ കഴിഞ്ഞിറങ്ങിയ ഒരു പ്രത്യേക മെറ്റലാണ്. എന്നെ പിന്നെ രാത്രി ഞാൻ തിരുവനന്തപുരത്ത് സ്വീകരണപരമായി സ്റ്റേറ്റിൽ തീർച്ചയായിട്ടും വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഇനി വരുന്ന 5 കൊല്ലം ചാത്തന്നൂരിനെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലമാക്കി അവിടുത്തെ പ്രവർത്തനം കൊടുത്ത ജനങ്ങളെല്ലാം ഏത് വിഭാഗത്തിൽപ്പെട്ട പാർട്ടി രാഷ്ട്രീയ മതം ഒന്നും നോക്കാതെ ഒരു പ്രവർത്തനമായിരിക്കുമോ അങ്ങ് കാഴ്ചവെക്കാൻ പോകുന്നത്? അതെ, എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട്, എൻ്റെ പൊതുനയം അങ്ങനെ തന്നെയാണ്, എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് അവരുടെ പൊതു ആവശ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുക, അത്രയേ ഉള്ളൂ. വളരെ കാലത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അഭിനന്ദന പ്രഭാവം അറിയുന്നവരും അറിയാത്തവരും എല്ലാം അദ്ദേഹത്തിനെ കണ്ട് നേരിട്ടൊരു നന്ദി വാക്ക് പറയുകയും അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ പ്രവർത്തനത്തിന് മുന്നോട്ട് നടത്താൻ വേണ്ട ശക്തി കൊടുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നതുപോലെ തന്നെ അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു MLA ആയിട്ട് ചാത്തന്നൂർ വന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും പൂർണ്ണമായിട്ടുള്ള സഹകരണവും അതിനാവശ്യമായ ചാത്തന്നൂരിൻ്റെ വികസന പാതയിൽ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യവും നേരിട്ട് തന്നെ ഇവരെ കാണാൻ വിളിച്ചിട്ടുണ്ട്. ചെല്ലുമ്പോൾ പ്രധാനമന്ത്രിയുടെ അത് ആവശ്യപ്പെടുകയും അതിവിടെ എത്തിക്കുകയും എന്തായാലും ചാത്തന്നൂർ ജനങ്ങൾക്കൊരു സുവർണ്ണ കാലഘട്ടം തന്നെ വന്നിരിക്കുകയാണ്. ഇത്രയും നേരം വളരെ തിരക്ക് പിടിച്ച ഈ സമയത്തും ശ്രീ BB ഗോപകുമാർ മലയാളി വാർത്തയോട് അല്പനേരം പങ്കിട്ടതിന് നന്ദി. നമസ്കാരം.